ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ഒരടയാട്ടോ ഉണ്ടാക്കുന്നത്. 4 മണി കാപ്പിക്ക് എരിവുള്ള അടയാണ്. അതിൽ 4 ഗ്ലാസ് മൈദ മാവും ഒരു അതേ ഗ്ലാസ് തന്നെ 3/4 ഗ്ലാസ് കടലമാവും ചേർക്കണേ. കടലമാവ് സ്കിപ്പ് ചെയ്യരുത്. ഇത് ചേർത്തെങ്കിൽ അതിന് കറക്റ്റ് ടേസ്റ്റൊക്കെ ആകത്തുള്ളൂ കേട്ടോ. കറക്റ്റ് 3/4 ഗ്ലാസ്സേ ഉള്ളൂ. ഇതില്ലാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. അതിന് നമ്മളതിനകത്ത് ബാക്കി ചേർക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങായ, പിന്നെ കരിയാപ്പില അത് ചെറുതായിട്ട് അരിഞ്ഞിടണേ. അപ്പോൾ ഇത്രയും സാധനങ്ങളോട് കൂടി ഒരു ഗ്ലാസ് ഫുള്ള് വേണ്ട, അതിലും താഴെ വെള്ളം ഒഴിച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണേ. ഒരു 10 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ദോശക്കല്ല് ചൂടായി വരുമ്പോഴത്തേനും എണ്ണയൊക്കെ തേച്ച് ഇതുപോലെ നമ്മൾ ചെറിയൊരു അട വരുന്ന പോലെ കുറച്ച് ഭാഗം എടുത്ത് ഇതുപോലെ പരത്തി നമ്മൾ സാധാരണ അട ചുട്ടെടുക്കുന്ന പോലെ തന്നെ ആ വശമൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും മറിച്ചിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ എന്നാ പറയുന്നത്, ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ ചിലപ്പം പുകയുവേ. എൻ്റെ കൈയൊക്കെ പുകയുന്നത്, എൻ്റെ കൈ പൊള്ളുകയും ചെയ്യും. എന്നാലും നമ്മൾ എളുപ്പത്തിന് അങ്ങനെ ചെയ്യും. അതിന് ഇതുപോലെ ഒരു സ്പൂണോ തവിയോ എടുത്തിട്ട് ഇതുപോലെ കോരി ഇട്ടാൽ മതി ആവശ്യത്തിനുള്ളത്. എന്നിട്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടിപ്പിടിക്കാൻ സാധ്യതയല്ല, ഒട്ടിപ്പിടിക്കും. അന്നേരം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ സ്പൂണില്ലേ അത് ആ വെള്ളത്തിൽ മുക്കിയ ചെന്നെടുക്കുക. വെള്ളം കോരി ഒഴിക്കരുത്. വെള്ളത്തിലൊന്ന് മുക്കുമ്പോഴത്തേനും അത് മയമായിട്ട് തന്നെ വരും. ഒരു ചെറിയ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചാൽ മതിയേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കും. അറിയാൻ മേലാത്തവരൊക്കെ കാണും, പിള്ളേരൊക്കെ. അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോർത്ത് പറയുന്നതാണേ. ഇതുപോലെ അങ്ങ് തൂത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. കൈയും പൊള്ളത്തില്ല, കൈ പുകയത്തുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ആ ദോശക്കല്ലെ കൈ മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്യും ചിലപ്പം. എൻ്റെയൊക്കെ കൈ ഒരുപാട് പൊള്ളിയായിരിക്കുന്നത്. ഈ ധൃതി പിടിക്കുമ്പോഴത്തേനുമേ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാട്, കൈയൊന്നും പൊള്ളിക്കാതെയും ഒക്കെ നല്ല നീറ്റായിട്ട്. പിന്നെ നല്ല ടേസ്റ്റ് ആകട്ടെ, ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്. 4 മണിക്ക് ഇതൊക്കെ ഒരുപാട് മതി പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ. ഇവിടെ രണ്ട് പേർക്കും 2 ഇഷ്ടമാണ്. ഇന്ന് ജ്യൂസും ഈ അടയായിരുന്നു അപ്പൂന്. നന്ദുവിന് ഉപ്പുമാവും പപ്പടമായിരുന്നു. പിന്നെ ഈ ജ്യൂസ് കുടിച്ചോളും കേട്ടോ. ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്, നല്ലതാകട്ടോ. എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കണം. ഈ ജ്യൂസ് ഞാൻ നന്ദുവിനെ ചെറുതിലെ മുന്തിരി ജ്യൂസാണെന്നും പറഞ്ഞ് പറ്റിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ജ്യൂസാണ്. ഇപ്പം വലുതായപ്പോൾ അവനറിയാം മുന്തിരി ജ്യൂസ് അല്ലെന്ന്. അപ്പോൾ പിന്നെ ഈ വേനൽക്കാലത്തൊക്കെ നല്ലതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ശരി, നാളെ കാണാവേ. ബൈ.